കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒരുപക്ഷെ വരാതിരിക്കാനുള്ള കാരണങ്ങൾ മാനുഷികമായിട്ട് ഉണ്ടായിരുന്നു എങ്കിലും കർത്താവിൻ്റെ പാദപീഠവും അവിടുത്തെ വചനവും അതിൻ്റെ പ്രാധാന്യതയെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പകൽ സമയത്തെ അധ്വാനത്തിനും ബദ്ധപ്പാടുകൾക്കും ശേഷം നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമുക്ക് തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് കൊണ്ടുവരാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിശേഷിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള തിരുവചന ഭാഗമാണ്. ഇന്ന് തുടർന്ന് ആ ഭാഗത്ത് നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയും ഇന്ന് കഴിയുന്നിടത്തോളം ആ 24-ാം വാക്യം വരെ വളരെ കോൺട്രാവേഴ്സ്യലായിട്ടുള്ള ഒരു വാക്യമാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളതിൻ്റെ ചില ബേസ് വർക്ക് ചെയ്തു. അതിന്മേലാണ് നമ്മൾ പണിയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്നു ചേർന്നവർക്ക് അത് മനസ്സിലാകാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിലും കഴിയുന്നിടത്തോളം അത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ആ വേദഭാഗം നമുക്ക് തുടർന്ന് ഒന്ന് വായിക്കാം. അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗത്തു നിന്ന് അല്പം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യതയോടെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വി ഹാവ് ടു ആസ്ക് അവർസെൽസ് ദാറ്റ് ഈസ് അവർ ഫെയ്ത്ത് ഈസ് ഓൺലി an intellectual assent to the truths of God's word, or our faith is really penetrating and transforming every part of our life? Which of the two is our faith? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നാം ക്ലെയിം ചെയ്യുന്ന, നാം പ്രൊഫസ് ചെയ്യുന്ന, അതാണ് അവിടെ കണ്ടത്. ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും, he claims he has faith. So the person, that imaginary person about whom James is talking, he imagines that he is having a dialogue with that person. One person claims, yes, I have faith. And James is telling him, okay, if your faith is saving faith, I'll show you how does saving faith look like. And James uses an illustration from the Old Testament for that matter. നാം ആ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒരു ആൾ പ്രൊഫസ് ചെയ്യുക, ഒരാൾ പറയുക, ഐ ഹാവ് ഫെയ്ത്ത്. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ഓക്കെ, നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ
ആ വിശ്വാസം പ്രയോജനമുള്ള വിശ്വാസമാണോ, നിഷ്ഫലമാകുന്ന വിശ്വാസമാണോ, അതോ ഫലമുള്ള വിശ്വാസമാണോ? അല്ല, ആ വിശ്വാസം ജീവനുള്ള വിശ്വാസമാണോ, അതോ മൃതമായ ഡെഡ് ഫെയ്ത്ത് ആണോ, നിർജീവമാണോ വിശ്വാസം? അപ്പോൾ നിർജീവ വിശ്വാസം എന്നാൽ എന്ത്? ഫലമില്ലാത്ത വിശ്വാസം എന്നാൽ എന്ത്? അല്ലെങ്കിൽ രക്ഷിക്കുന്ന വിശ്വാസം എന്ത്? രക്ഷിക്കാത്ത കേവലം ഏറ്റുപറയുന്ന വിശ്വാസം എന്ത്? പ്രൊഫസി ചെയ്യുന്ന വിശ്വാസം എന്ത്? ഇത് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമാണ് യാക്കോബ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ നമ്മോട് തന്നെ ആ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഹൗ then can we be sure that ours is true faith? That's the question. That we really have peace with God. There must be some certainty about this while we live here. നമ്മുടെ വിശ്വാസമെന്നുള്ളത് യഥാർത്ഥത്തിൽ രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസമാണോ അല്ലയോ, അതിനൊരു ഉറപ്പുണ്ടാകണം. അതാണ് യാക്കോബ് പറയുന്നത്. അതാണ് 18-ാം വാക്യത്തിൽ, നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം. എന്നിട്ട് 21 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറയുന്ന കാര്യം അദ്ദേഹം പറയുകയാണ്, Abraham was justified by works. 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 21 യാക്കോബ് പറയുകയാണ്, അബ്രഹാം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടു. ആ വാക്യത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. James says Abraham was justified by works. And what is that particular work in question? അത് നമ്മൾ മനസ്സിലാകുമ്പോഴാണ് ഈ യാക്കോബിൻ്റെ ലേഖനത്തിലെ ആ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ 21-ാമത്തെ വാക്യം മനസ്സിലാകാൻ വേണ്ടി അതിനകത്തെ പ്രധാനപ്പെട്ട വാക്ക് നമ്മളൊന്ന് വിശദീകരിക്കാനായിട്ട് പോകുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ, ജെയിംസ് ചാപ്റ്റർ 2 and verse 21, 21-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഇവിടെ പറയുന്ന ആ കാര്യം, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ വിഷയം ജസ്റ്റിഫിക്കേഷനാണ്. Abraham was justified. Or James says, was he not justified by a particular action? See, righteousness, നീതി അല്ലെ നീതീകരണം, നീതീകരണം എന്ന ആ പദത്തിൻ്റെ വിശേഷണം നമ്മൾ പിന്നീട് ചിന്തിക്കും. എന്നാൽ റൈച്ചസ്നെസ്, നീതി, ആ നീതി എന്ന വാക്ക് വേദപുസ്തകത്തിൽ 2 നിലകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And that is very important. The word righteousness is used in various ways throughout the scripture, but
two ways in particular are relevant to this passage. There are many ways in which the word righteousness is used throughout the scripture, but there are two particular ways in which it is used, which is so relevant to our passage. We will see that. അതായത് നീതി എന്നുള്ളതാകുന്ന വാക്ക് പല അർത്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും രണ്ട് അർത്ഥങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് അതിനെ നമുക്കിങ്ങനെ വിളിക്കാൻ കഴിയും, പൊസിഷണൽ റൈച്ചസ്നെസ്, ഓർ ഹൗ വി സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. അതായത് ഈ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദിസ് പൊസിഷണൽ റൈച്ചസ്നെസ് is given to us at the initial point of our salvation. നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ നീതി. ഒന്നുകൂടെ പറഞ്ഞാൽ, when you trust Jesus Christ for salvation, by God's amazing grace, you are made right before God. That is a righteousness. In other words, the righteousness of Christ is counted on your account. You are declared, or you are righteous in God's sight. This is positional righteousness. For example, അതായത് നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മളെ ദൈവം നീതിയുള്ളവരെന്ന് കണക്കാക്കുകയാണ്. നമ്മൾ നീതിയുള്ളവരായിട്ടല്ല, പിന്നെ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ നീതിയുള്ളവരായി കണക്കിടുന്നു. ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി ദൈവം കണക്കിടുന്നു. അതിന് കാരണമായിട്ടൊന്നേ ഉള്ളൂ, ആ ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. കൃപയാൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടുന്നു. ഇൻ അതർ വേർഡ്സ്, God looks at us just as he looks at Christ. ക്രിസ്തുവിനെ നോക്കുന്നത് പോലെ നമ്മെ നോക്കുകയാണ്. We are made right before God. 2 കൊരിന്ത്യർ 5:21 ഒന്ന് വായിക്കണമേ. 2 Corinthians chapter 5 and verse 21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കണം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ട നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കണം, ഇവിടെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ക്രിസ്തുവിലൂടെ നമ്മെ ഡിക്ലെയർ ചെയ്യുകയാണ്, നമ്മെ നീതീകരിക്കപ്പെട്ടവരാക്കുകയാണ്. അതാണ് നീതീകരണത്തിൻ്റെ അല്ലെങ്കിൽ നീതിയുള്ളവരാകുക എന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അവിടെ നമ്മുടെ ഒരു പ്രവൃത്തിയും, നോ വർക്ക് ഈസ് നീഡഡ്, ഓർ അവർ മെറിറ്റ്സ് ആർ നോട്ട് ദർ. വി ഡോണ്ട് ഡു എനിത്തിങ് to have this righteousness.
നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പഴയ പാട്ടിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ഒന്നും ചെയ്തിട്ടല്ലേ ഞാൻ, തന്നുടെ കൃപ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടുന്നു. ഇതാണ് പൊസിഷണൽ റൈച്ചസ്നെസ്. പൊസിഷണൽ, ഇൻ പൊസിഷൻ വി ആർ റൈച്ചസ്. നമ്മൾ നീതിയുള്ളവരായി തീർന്നു. ഓക്കെ, നിങ്ങളെൻ്റെ ഒപ്പം വരണേ. രണ്ടാമത്തെ വിഷയം പ്രാക്ടിക്കൽ റൈച്ചസ്നെസ്സാണ്. ഈ പദം മറക്കരുത്. ഒന്ന്, നമ്മുടെ പൊസിഷനിൽ നമ്മൾ, ക്യാൻ സംബഡി ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്. പൊസിഷനിൽ നമ്മൾ നീതിയുള്ളവരാകുന്നു. രണ്ട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നീതിയുള്ളവരാകുന്നു. ഇൻ അതർ വേർഡ്സ്, പൊസിഷണൽ റൈച്ചസ്നെസ് ഈസ് our standing before God. Practical righteousness is how we live before God. ഇത് തമ്മിൽ മനസ്സിലാക്കണം. നമ്മുടെ പൊസിഷനിൽ, നമ്മുടെ പദവിയിൽ നാം നീതിയുള്ളവരായിട്ട് ദൈവം കണക്കിടുന്നു എന്ന് പറയുമ്പോൾ, വിശ്വാസത്താൽ, കൃപയാൽ നമ്മെ നീതിയുള്ളവരായി ദൈവം കണക്കിടുന്നു. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ നീതി എന്നുള്ളത് ഹൗ വി ലിവ് അവർ ലൈഫ്. മനസ്സിലാക്കണേ, നാം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഈ കാര്യങ്ങൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, those who are counted as righteous in Christ practically manifest righteousness in their lives as they grow in the likeness of Christ. അതായത് ദൈവമുൻപാകെ നീതിയുള്ളവരായി വാസ്തവത്തിൽ കൃപയാൽ, വിശ്വാസത്താൽ ആ കാര്യം നമ്മിൽ സംഭവിച്ചെങ്കിൽ, അങ്ങനെയുള്ളവർ അവരുടെ ജീവിതത്തിൽ ആ നീതി അവരുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ അനുരൂപത അവരുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് പ്രാക്ടിക്കൽ റൈച്ചസ്നെസ്. മനസ്സിലാകുന്നുണ്ടോ കാര്യം? കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പൊസിഷണലി എല്ലാവർക്കും പറയാം, രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടു. ഒരിക്കൽ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വിവാഹ ആലോചനയ്ക്ക് വേണ്ടി, അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു കർത്താവിൻ്റെ ദാസന, അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു കസിൻ, അടുത്തയാളാണ്, അറിയപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസന്. ആരാന്നും എന്താണെന്നൊന്നും ചോദിക്കല്ലേ, ഞാൻ പറയില്ല. അദ്ദേഹമായിട്ട് ഇതൊന്നും ബന്ധമുള്ള കാര്യമല്ല. അദ്ദേഹത്തെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ മറ്റൊരാൾ ആ വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ അന്വേഷിക്കാൻ വന്ന ഇനീഷ്യൽ ടോക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആ പയ്യനോട് ചോദിച്ചു, മോനെ, എന്നാ വീണ്ടും ജനിച്ചത്? വീണ്ടും ജനിച്ചതെന്നാ? അപ്പോൾ അവൻ നിന്നിങ്ങനെ പരുങ്ങുന്നു. മോനെന്നാ സ്നാനപ്പെട്ടത്? അടുത്ത ചോദ്യം. സ്നാനപ്പെട്ടത് ഇന്ന ദിവസം. ഓക്കെ,
നോക്കണം, വീണ്ടും ജനിച്ച ഓഫ് കോഴ്സ് നമ്മുടെ കൃത്യമാകുന്ന ടൈം ഒന്നും പറയാൻ ഇല്ലെങ്കിലും ഒരു പക്ഷേ അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ അതൊക്കെ ഓൾ റൈറ്റ്, അതൊന്നും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ആ ബോധ്യം. പക്ഷെ സ്നാനമെന്നുള്ളത് എന്താ? അതൊരു ഒരു ഒരു ഈവൻ്റാണ്. വെള്ളത്തിൽ മുങ്ങി, അതിന് റെക്കോർഡുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണേ, ഈസിയായ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടം പൊതുവെ പിന്നെ ഇവിടെയും കാണാതിരിക്കുമോ? ദൈവത്തിനറിയാം, എല്ലായിടത്തും ഉണ്ട്. അപ്പം അതിപ്പോൾ നിങ്ങളാരും വിചാരിക്കല് ഇവിടെ വന്ന് ഞാനത് അല്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ വിഷയം എന്താ? ഒരുവൻ പറയുക എനിക്കെന്തോ ഉണ്ട്, വിശ്വാസമുണ്ട്, എൻ്റെ കൂടെ വരണേ. അപ്പോൾ യാക്കോബ് പറയാ നിനക്ക് ഒരുത്തൻ പറയുന്നു വിശ്വാസമുണ്ടെന്ന്, എന്നാൽ ആ വിശ്വാസം ഏത് വിശ്വാസമാണെന്ന് ഞാൻ പറയാം. പിശാചിനും എന്തോ ഉണ്ട്, വിശ്വാസമുണ്ടല്ലോ. ഇവിടെയാണ് ഈ രണ്ട് നിലകളിലുള്ള നമ്മൾ നീതീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, നീതിയെക്കുറിച്ച്. അപ്പോൾ if you are truly positionally righteous before the Lord, you will begin to manifest that imputed, this is a theological term, imputed righteousness, which is so full and so free and by faith, which is given to you not because you deserve it, but undeserving grace and mercy. The Lord has given us this righteousness of Jesus. If that has truly happened in our life, if that seed is truly there within, it will begin to grow. It will begin to manifest itself. It cannot be hidden. നോക്കണം, നമ്മളത് മനസ്സിലാക്കണം. ക്രമേണയായിട്ട് ആ നീതി നമുക്ക് വേണ്ടി ദൈവം കൃപയാൽ വിശ്വാസത്താൽ നമുക്കത് പറയാനുണ്ടെങ്കിൽ അത് സ്ലോലി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിതം സ്ലോലി ആയിരിക്കാം, പക്ഷേ അത് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, how we stand before God, that is righteousness. And at other times, Scripture also talks about righteousness, the way we live before God. These are the two kinds of righteousness. At least there are many uses of the term, but these are the basic two types or two pictures of righteousness we read about in the whole of the Scripture. ഇവിടെ യാക്കോബ് ഇതിൽ ഏത് തരം നീതിയെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നമ്മൾ ഈ ഭാഗം അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ ബേസ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒന്ന്, രണ്ട് നിലകളിലുള്ള നീതിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ പൊസിഷൻ എന്ന നിലയിലാണ്. ദൈവം മുമ്പാകെ നമ്മെ നീതിയുള്ളവരായി കർത്താവ് ഡിക്ലെയർ ചെയ്യുന്നു, അല്ലെ ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് തരുന്നു. രണ്ട്, അങ്ങനെ തന്ന നീതി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ നീതി. ഇതിന് രണ്ടിനും നീതി എന്ന വാക്ക് തന്നെയാണ്, ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് കാണിക്കാം. നീതി എന്ന വാക്ക് തന്നെയാണ് ഇതിന് രണ്ടിനും വേദപുസ്തകം ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് യാക്കോബ് ഏതർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതാണ് നാം തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മളത് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് അടുത്ത വേദഭാഗത്തേക്ക് നമ്മൾ വരികയാണ്.
വേഴ്സ് 22 and 23. ഞാൻ പറയട്ടെ, വായിക്കാം. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ, ഓക്കെ, വായിച്ചോളൂ. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഓക്കെ, നമ്മൾ അതിൻ്റെ പുറകിലത്തെ വാക്യം വായിച്ചിട്ട് 2 നിലകളിലുള്ള നീതിയെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ ഈ വാക്യങ്ങളിൽ നാം 2 നിലകളിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരും. ഓക്കെ, ഈ പ്രവൃത്തി, സൽപ്രവൃത്തി എന്നൊക്കെയുള്ളതാകുന്ന വാക്ക്, when you see works in the scripture, you will immediately notice that in some places this word work is used in a negative sense, and in some places the word work is used in a positive sense. Okay? പ്രവൃത്തി എന്ന വാക്ക്, നീതി എന്ന വാക്ക് 2 നിലകളിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പ്രവൃത്തി എന്ന വാക്കും 2 നിലകളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് നല്ല പോസിറ്റീവായിട്ട് ഒരു ശരിയായ അർത്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ അത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ നെഗറ്റീവായിട്ടുള്ളതിനെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, വർക്ക്സ് ഫ്യൂവൽഡ് ബൈ ദ ഫ്ലഷ് വിച്ച് ഡു നോട്ട് ഓണർ ഗോഡ്. പ്രവൃത്തി എന്നുള്ളത് ജഡത്തിൻ്റെ ആ പ്രേരണയാൽ, ജഡമെന്ന് പറയുമ്പോൾ അത് ഈവിളാണെന്ന് ചിന്തിക്കരുത്, നമ്മുടെ തന്നെ മനുഷ്യത്വത്തിൽ നല്ല താല്പര്യത്തോടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ചിന്തിക്കുക, ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്നോട് ഫേവർ ചെയ്യും. ആ അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ പ്രവൃത്തിയെ നമ്മൾ വായിക്കുന്നു. ഈ അർത്ഥത്തിലാണ് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പ്രവൃത്തികളെ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യമൊന്ന് വായിക്കാം. റോമാലേഖനം 3:28. In other words, Paul in Romans and Galatians, he talks about the works of the law done in order to earn favor before God. That is seen in scriptures in a negative way. അതായത് ദൈവത്തിൻ്റെ മുൻപാകെ എനിക്ക് ഞാൻ എൻ്റെ പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ ഫേവർ നേടാൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. ഒന്ന് വായിച്ചോളൂ. റോമർ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. നോക്കുക, അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇത് our attempt to attain salvation, to earn salvation by our works. These are the works. We try our best to somehow get God's favor in my life, and I work hard. These works are seen in a negative light in the Bible. Okay? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപാകെ നീതിമാനായിട്ട് ഞാൻ തീരേണ്ടതിന് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, ചില
പ്രത്യേക ദിവസങ്ങളെ ഞാൻ ആദരിക്കുന്നു, ചിലയിടത്ത് ഞാൻ പോകാതിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ആ കരുണ, ദൈവത്തിൻ്റെ ആ ഫേവർ എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് വരണം. ഈ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് വർക്ക് ഡു നോട്ട് ബ്രിങ് or do not honor God. These are works that are fueled by our flesh, that we try to earn something from God. Paul says, no one will be justified by the deeds, by the works of the law. No one can be justified. And this is what is called legalism. ലീഗലിസം എന്ന് ഇതിനെയാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ ഫേവറിന് വേണ്ടി ഞാൻ എൻ്റെ സകലവും ഞാൻ പരിശ്രമിക്കുകയാണ്, ഞാൻ അതിനുവേണ്ടി എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവർത്തനങ്ങളൊന്നും ദൈവത്തെ ഓണർ ചെയ്യുന്നതല്ല. അതിനെ ഒരു നെഗറ്റീവായിട്ടാണ് വേദപുസ്തകം കാണുന്നത്. എന്നാൽ രണ്ടാമത് ഈ പ്രവർത്തികളെ മറ്റൊരു നിലയിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വർക്ക്സ് ദാറ്റ് ആർ ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് വിച്ച് ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. So, there is one kind of work which do not bring glory to God, because I am trying in my flesh to earn God's favor by that works which do not glorify God. Whereas there is a kind of work which is the fruit of my faith in the Lord, which really glorifies God. In the passage in which we are talking about, അല്ലെങ്കിൽ നാം ഇപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദഭാഗത്ത് യാക്കോബ് പറയുന്നത് ഈ ലീഗലിസത്തെക്കുറിച്ചല്ല. പിന്നെ എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രവൃത്തി അല്ലെങ്കിൽ ഡീഡ്സ്, ആക്ഷൻ എന്നൊക്കെ പറയുന്നത്, വർക്ക്സ് എന്നൊക്കെ പറയുന്നത് എല്ലാം തന്നെ, all these works are the fruit of faith. മനസ്സിലാക്കണം. അപ്പം രണ്ട് നിലകളിലുള്ള പ്രവർത്തികൾ. യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രവൃത്തി എന്ന വാക്ക് കാണുന്നിടത്തെല്ലാം അത് വിശ്വാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രവൃത്തിയാണ്. ദിസ് കൈൻഡ് ഓഫ് വർക്ക് ബ്രിങ് ഗ്ലോറി ആൻഡ് ഓണർ ടു ദ നെയിം ഓഫ് ദ ലോർഡ്. ഇൻ അതർ വേർഡ്സ്, ജെയിംസ് ഈസ് ടോക്കിംഗ് അബൌട്ട് വർക്ക്സ് in God glorifying obedience, love for the needy, mercy for the poor, care for the impoverished, all driven by the love and mercy of God. യാക്കോബ് പറയുന്ന, യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്ന പ്രവൃത്തി എന്ന വാക്കെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ മഹിമപ്പെടുത്തുവാനായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന, ദരിദ്രരോട് കരുണ തോന്നുന്ന, വീക്കായിട്ടുള്ളവരെ കെയർ ചെയ്യുന്ന ആ പ്രവൃത്തികളെല്ലാം ലീഗലിസമല്ല. യാക്കോബിൻ്റെ ലേഖനത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ലീഗലിസമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ഫലമായ പ്രവൃത്തി.
അതാണ് യാക്കോബ് പറയുന്നത്. ഇനിയും പൗലോസും ഇത് തന്നെ പറയുന്നുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനം 1:6, റോമൻസ് 1:6 ദയവായിട്ടൊന്ന് വായിക്കാം. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. നോക്കുക, 1:6 നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്, obedience of faith. Look at that. When somebody savingly trusts in the Lord Jesus Christ, there will be, as a manifestation of that real faith, obedience to God. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. 1 Thessalonians chapter 1 and verse 2. In English Bible, I think it is 1:3. മലയാളം വേദപുസ്തകത്തിൽ it is 1:2. ഒന്ന് വായിച്ചോളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നോക്കുക, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല. Can somebody read that in English? Look at that. Work of faith and labor of love. Okay, just look at that. If there is true faith, saving faith, then there will be work of faith. അത് പ്ലെയിൻ അല്ലേ? Now 2 Thessalonians 1:12. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും. നോക്കുക, വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി. So if there is faith, there will be work. യാക്കോബ് അതാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. അത് കൂടുതലായിട്ട് ഞാൻ തെളിയിക്കാം. ഇനി ഒരു വാക്യം കൂടെ വായിച്ചു. ഗലേഷ്യൻ പൗലോസും ഇത് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസും യാക്കോബും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാനായി വാക്യങ്ങൾ വായിക്കുന്നത്. ഒരു കോൺട്രഡിക്ഷനും ഇല്ല. അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടത്. ഗലേഷ്യൻസ് 5:6. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. What matters is faith working through love. Faith working through love. No contradiction between Paul and James. Faith working through love. James is precisely talking about this work. മനസ്സിലാക്കണം, യാക്കോബ് ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് പറയുന്ന വിശ്വാസത്തിൻ്റെ അനുസരണം, വിശ്വാസത്തിൻ്റെ വേല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്, അതിനെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ യാക്കോബും പൗലോസും ഒരുപോലെയാണ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെ ഏബ്രഹാമിനെ ഒരു എക്സാമ്പിളായിട്ട് പൗലോസും പറയുന്നുണ്ട്, യാക്കോബും പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. നീതീകരണത്തെക്കുറിച്ച് നമ്മൾ നീതിയെക്കുറിച്ച് ചിന്തിച്ചു,
രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള നീതി അത് വേദപുസ്തകം പറയുന്നു. രണ്ട്, പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ട് തരത്തിലുള്ള പ്രവൃത്തിയുണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. വിശ്വാസത്തിൻ്റെ ഫലമാകുന്ന പ്രവൃത്തി. ഇനിയും യാക്കോബും പൗലോസും ഏബ്രഹാമിനെ ഈ കാര്യം അല്ലെങ്കിൽ നീതീകരണത്തോടും വിശ്വാസത്തോടുമുള്ള ബന്ധത്തിൽ, വിശ്വാസത്തോടും പ്രവൃത്തിയോടുമുള്ള ബന്ധത്തിൽ യാക്കോബും പൗലോസും അബ്രഹാമിനെ എങ്ങനെ ഉദാഹരിക്കുന്നു അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് നമ്മളോട് കാണിച്ചു തരുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 22, 23 വാക്യങ്ങളിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നു. യാക്കോബ് പറയാ, യു സീ ദാറ്റ് ഫെയ്ത്ത് വാസ് ആക്റ്റീവ് ടുഗെദർ വിത്ത് ഹിസ് വർക്ക്സ്. ശ്രദ്ധിക്കണം. ആൻഡ് ബൈ വർക്ക്സ് ഫെയ്ത്ത് വാസ് പെർഫെക്റ്റഡ്. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നില്ലയോ? നമ്മളത് ചിന്തിക്കാൻ പോകുകയാണ്. So the scripture was fulfilled that says, Abraham believed God and it was credited to him for righteousness and he was called God's friend. അപ്പോൾ യാക്കോബ് ഇവിടെ ഏബ്രഹാമിനെ ഉദ്ധരിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നും വിശേഷിച്ച് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം മുതൽ 22 വരെയുള്ളതാകുന്ന അധ്യായങ്ങളിലെ സംഭവങ്ങളാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. 15-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വായിക്കേണ്ട നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം Genesis chapter 15 verses 1 to 6. There we see God gives Abraham a promise and Abraham believes that promise. And you may please read only verse 6. 5-6 ഒന്ന് വായിച്ചേ. 15-5-6. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവന് നീതിയായി കണക്കിട്ടു. നോക്കുക, അവൻ യഹോവയെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഓക്കെ. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്ന കാര്യം എന്തുവാ? അത് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലെ വിഷയമാണ്. അതെന്താണ്? 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഏബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിൻ്റെ മകനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? യാഗം അർപ്പിക്കണം. നമ്മളതിൻ്റെ 11-12 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുതേ. അപ്പോൾ എന്നിട്ട് പറയുക, നീ നിൻ്റെ ഏകജാതനാകുന്ന മകനെ തരുവാൻ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. സോ ഇവിടുത്തെ ചോദ്യം, ഏബ്രഹാം എപ്പോഴാണ് ദൈവത്തെ വിശ്വസിച്ചത്? ഉൽപ്പത്തി പുസ്തകം 20, അതായത് ആദ്യം ദൈവത്തെ വിശ്വസിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലല്ല. പിന്നെയോ ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിലാണ് ഏബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്നത്. ഓക്കെ. പക്ഷെങ്കിൽ when Abraham believed God in Genesis chapter 15, before he did anything,
He didn't do anything. He simply believed God. That God gave him a promise. He simply believed. He did do nothing, absolutely nothing. And it says, Abraham believed God and it was credited to him as righteousness. അപ്പോൾ 15-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ്, ഒരു കാര്യവും അബ്രഹാം ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രോമിസ് കൊടുക്കുന്നു. അബ്രഹാം അത് വിശ്വസിക്കുന്നു. ദൈവം പറയുക ക്രെഡിറ്റഡ്, ഫ്രീലി ക്രെഡിറ്റഡ്. എന്ത്? നീതീകരിക്കപ്പെട്ടു. ബട്ട് ദാറ്റ് justifying faith, okay, come with me, that justifying faith resulted in obedience to God. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ എബ്രഹാം വിശ്വസിച്ചു. പക്ഷെങ്കിൽ ആ വിശ്വാസം, ഇറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഹിസ് വർക്ക്സ് ഓഫ് ഒബീഡിയൻസ്. മനസ്സിലാക്കണേ? അതായത് ദൈവത്തെ വിശ്വസിച്ചു, പക്ഷെങ്കിൽ ഇപ്പൊ ദൈവം പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ഹിസ് ഫെയ്ത്ത് വാസ് true faith. How? Because God tells him something, he obeys God. Come on. എങ്ങനെയാണ് വിശ്വാസം? അവിടെ നീതീകരണം ആദ്യമേ നടന്നു. പക്ഷെങ്കിൽ ഇവിടെ ഇനി 2 നിലയിലുള്ള നീതീകരണത്തെക്കുറിച്ച് നമ്മൾ 24-ാമത്തെ വാക്യം അടുത്ത ആഴ്ച അത് മാത്രം ചിന്തിക്കും. അപ്പോൾ ഇതങ്ങ് ഉറയ്ക്കും. നമുക്ക് കേൾക്കണേ, ഇത് നമ്മുടെ ഉള്ളിലോട്ടങ്ങ് ആണി അടിച്ച് കയറുന്നത് പോലെ കയറും. 24-ാം വാക്യം ഇന്ന് ചിന്തിപ്പാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ 2 സംഭവങ്ങൾക്കുമിടയിൽ ഏറ്റവും കുറഞ്ഞത് 30 വർഷങ്ങൾ കടന്നുപോയി. ഏറ്റവും കുറഞ്ഞത്. അതായത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഏബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നതും 22-ാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ യാഗമായി അർപ്പിക്കുന്നതും തമ്മിൽ 30ഓളം വർഷങ്ങളുടെ അന്തരമുണ്ട്. യാക്കോബ് ഇവിടെ പറയുകയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇതേത് നീതീകരണമാണ്? അത് നമ്മൾ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കും. അടുത്ത ആഴ്ചയാണ് നമുക്ക് സമയമുള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് ചില കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അബ്രഹാമിൻ്റെ ആ വിശ്വാസം, നീതീകരിക്കുന്ന വിശ്വാസം, justifying faith creates work, and that works in turn completes faith. ഇത് രണ്ടും ഒന്നിച്ച് അല്ലെങ്കിൽ ഒരുപോലെ പോകുന്നതാ. ശ്രദ്ധിച്ചേ, പ്രവൃത്തിയാൽ വിശ്വാസം. 22-ാം വാക്യം യാക്കോബ് പറയാണ്, James says of Abraham in verse 22 that by works faith was perfected. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. Now, what does that word perfected mean? It means to bring to maturity. എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ഒരു പ്രവൃത്തിയും ചെയ്തില്ല. ദൈവം പറഞ്ഞത് കേട്ടു, അത് കണ്ണുടച്ചു വിശ്വസിച്ചു. പക്ഷെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പം അത് ട്രൂ ഫെയ്ത്ത് ആയതുകൊണ്ട്
It was proved in sacrificial obedience to God. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രായോഗികമായി if somebody is truly having genuine faith, we begin to obey God. The more we obey God, the more our faith grows. നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, നീതീകരിക്കപ്പെടുന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുന്നിടത്തോളം എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ വിശ്വാസം പെർഫെക്റ്റഡായി തീരും. ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം അവൻ ദൈവത്തെ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു, ശരിയാണ്. പിന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഒത്തിരി ഡീവിയേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തു. ഒടുവിൽ ഏത് പോയിന്റിൽ അബ്രഹാം എത്തി? സാക്രിഫൈസ്. ദൈവം പറഞ്ഞു കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദൈവം പറഞ്ഞു സാക്രിഫൈസ് ചെയ്യുക. ഒന്നും ചിന്തിച്ചില്ല. സാക്രിഫൈസ് ചെയ്യുവാൻ ഇവിടെ എബ്രഹാം തയ്യാറാകുകയാണ്. സോ ഫെയ്ത്ത് leads to obedience, and obedience matures faith. എന്തുകൊണ്ടാണ്? നാട്ടിൽ പറഞ്ഞാൽ ആ നാടൻ ഭാഷ അങ്ങ് പറയട്ടെ, ഗ്രഹണി പിടിച്ച പിള്ളേരെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിൽ ഗ്രഹണി പിടിച്ചവരായിട്ട് എന്തുകൊണ്ടാ നമ്മിൽ പലരും ആകുന്നത്? കാരണം we don't obey God. Bible is clear. The word of God is clear. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അന്നേരം ഒന്നും ചെയ്തില്ല. പക്ഷെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി. ആദ്യം തെറ്റുകളൊക്കെ വന്നു, മിസ്രൈമി വരെ പോയി, ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എന്നാലും മടങ്ങി വന്നു. ഫൈനലി എവിടെ എത്തിയെന്നറിയാമോ? ദൈവത്തിൻ്റെ ആ പ്രോമിസ് എല്ലാം നിലനിൽക്കുന്ന പുത്രനെ കൊണ്ട് അർപ്പിക്കാൻ പറഞ്ഞു. കണ്ണുമടച്ചനുസരിക്കുക. ഓ, എന്താണതല്ലേ? നോക്കണം. ഈ നിലയിലേക്ക് സേവിങ് ഫെയ്ത്ത്, ഈ റിസൾട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ യാക്കോബ് പറയുക അത് പിശാചിൻ്റെ വിശ്വാസമാണ്. ഇനി അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും, അബ്രഹാം പ്രവർത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അത് നമുക്ക് ചിന്തിക്കണം. പ്രവർത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? പക്ഷെങ്കിൽ അടിസ്ഥാനം നമുക്ക് കിട്ടി. യാക്കോബ് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ചരിത്രം നമ്മൾ പഠിക്കണം. അവിടെ എന്ത് സംഭവിച്ചെന്ന് യാക്കോബ് പറയുന്നുണ്ട്. അപ്പോൾ യാക്കോബ് ഇവിടെ പറയുന്ന പ്രവൃത്തി അത് ജഡത്തിൻ്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തിയാണ്. ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ അനുസരണമാകുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സേവിങ് ഫെയ്ത്ത് ആണോ നമ്മുടേത്? സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ when God the Holy Spirit helps us listen to such exposition of the word, we will realize, Lord, I have sinned and I want to be cleansed and I want to come back to you. If your faith is not true faith, അയാളെന്തോ പറഞ്ഞു, ഇങ്ങനെ എത്ര ഞങ്ങൾ കേട്ടതാ, ഈ രണ്ടിലൊരു റെസ്പോൺസ് ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ?
ഇതാണ് ട്രൂ ഫെയ്ത്ത്. അടുത്തയാഴ്ച നമ്മൾ റൈറ്റ് അവേ 24-ാം വാക്യം ശ്രദ്ധിക്കും. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ബേസ് ഒന്ന് വ്യക്തമാക്കിയിടണം. അതുകൊണ്ടാണ് ഞാൻ സ്ലോലി പറഞ്ഞത്. കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് ഈ വചനങ്ങളെ എഴുതട്ടെ. സേവിങ് ജെനുവിൻ ട്രൂ ഫെയ്ത്ത് will result indeed in fruit. If that is absent, your faith is like demon's faith. അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിൻ്റെ വിശ്വാസം പോലെ ഉള്ളൂ. അവർ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അത് നെഗറ്റീവ് വിറയലാണേ പോലും അത്രയും പോലും വിറയലില്ലെന്നുള്ളതാണ്. കാരണം നമുക്കിതിൻ്റെ റിയാലിറ്റി അറിയുന്നില്ല. നമ്മൾ ഓർക്കുന്ന ഈ കാണുന്നതൊക്കെയാണ് റിയാലിറ്റി എന്ന്. പക്ഷേ ഭൂതത്തിനറിയാം ഈ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി, അദൃശ്യമാകുന്ന റിയാലിറ്റി ഉണ്ടെന്ന് ഭൂതങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവർ വിറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ അങ്ങനെ വിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് if there is genuine faith, it will result in obedience, in fruit. May God bless us. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.